ഹായ് ഗായ്സ്. ചില സ്ത്രീകൾക്ക് അവരുടെ മുഖത്തുണ്ടാവുന്ന കരിമംഗല്യം അവരുടെ ഭംഗി നശിപ്പിക്കുക മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം കൂടി ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. പൊതുവായിട്ട് നമുക്കൊരു 35 വയസ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു മെലാനിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് മൂലം നമുക്ക് നമ്മുടെ ഫേസിൽ കരിമ്പുള്ളി അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലം ഒക്കെ നമുക്ക് പാരമ്പര്യം മൂലം വരാറുണ്ട്. അത് മാത്രമല്ല നമുക്ക് സൂര്യൻ്റെ ചൂട് ഒരുപാട് തട്ടിക്കഴിയുമ്പോഴും ഈ ഒരു സ്കിൻ പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. നമ്മളതിപ്പോൾ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ഒരു സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാതെ ഒരുപാട് ചൂട് ഏൽക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് ഇതുപോലെയുള്ള കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരടിപൊളി സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന കാര്യം എന്താണെന്ന് പിടികിട്ടിയോ? അത് വേറെ ആരുമല്ല, നമ്മുടെ പൊട്ടാറ്റോ ആണ് കേട്ടോ. പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് കിച്ചണിൽ ഉപയോഗിക്കുന്ന ആ ഒരു പൊട്ടാറ്റോ അല്ല, ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. നമ്മുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ. നമ്മൾ കപ്പാപ്പോളൊക്കെ കഴിക്കില്ല, അതുപോലെ ഉണ്ടാവും കാണാനായിട്ട്. ഇച്ചിരി ബലം കൂടുതലാണ്. അതുപോലെ നമുക്ക് ഇച്ചിരി കപ്പ പോലെ ഇച്ചിരി ബലം കൂടുതലായിട്ടുള്ള സംഭവമാണ്. നമ്മളിത് ആവിയിൽ വെച്ചിട്ട് മീൻസ് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടൊക്കെ എടുത്തിട്ടൊക്കെയാണ് അത് കഴിക്കാമെന്ന്. ചെറിയൊരു സ്വീറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഒറ്റമൂലി. സാധാരണ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് അല്ല കേട്ടോ, മധുരക്കിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാക്ക് അതുപോലെ തന്നെ ക്രീം നമ്മൾ ചെയ്തെടുക്കുന്നത്. 2 തരത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് ഫോളോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും സൂപ്പർ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്ക് മേൽ പറഞ്ഞ ആ ഒരു സ്കിൻ പ്രോബ്ലം ഒക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒറ്റമൂലി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ക്രീമിനകത്ത് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. നാച്ചുറൽ ആണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന രീതിയിൽ മധുരക്കിഴങ്ങ് പകുതിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് എത്രയും മതിയാകും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിച്ചു വരിക. കഴുകി അതിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മളിത് മിക്സി ബൗളിനകത്തിട്ട് അരച്ചെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി കൊണ്ടുവന്നാലും മതി കേട്ടോ. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ജ്യൂസ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തതാണ്. നമുക്കിതിൻ്റെ സ്റ്റാർച്ചാണ് വേണ്ടത്. അപ്പോൾ സ്റ്റാർച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പല വീഡിയോയിലും അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പൊട്ടാറ്റോ സ്റ്റാർച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ട് 2-3 തവണ ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള കൂട്ടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ജ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സമയം കൊടുത്തിട്ട് അതിന് ആ ഒരു സ്റ്റാർച്ച് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. 1 മണിക്കൂർ നേരത്തേക്ക് പാത്രം അനക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ടും താഴെ സെറ്റാവും. നമ്മുടെ ഈ ഒരു പാത്രത്തിന് താഴെയായിട്ട് സെറ്റാവും, വെള്ളം മേലെ തെളിഞ്ഞു നിൽക്കും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റാർച്ച് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കളർ ഇങ്ങനെ ആയിരുന്നു, വെള്ളത്തിൻ്റെ കളർ ഈ രീതിക്കായിരുന്നു. എന്നിട്ട് ആ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് ആ ഒരു സ്റ്റാർച്ചിന് മീതെ നമ്മൾ വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും സെറ്റ് ആവാനായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ സെറ്റായിട്ട് കിട്ടിയ ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർച്ചിൻ്റെ കളർ ഒന്നും കൂടി നമുക്കൊരു വൈറ്റ് കളറായിട്ട് കിട്ടും. മറ്റേതെന്ന് പറയുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ നമ്മുടെ സ്റ്റാർച്ചിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു വൈറ്റ് കളറായിട്ട് സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വെള്ളം അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് മീതെ ഇരിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഗൈസ്, നമുക്കിത് ഇത്രത്തോളം ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 ആൾക്കാരെ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ആദ്യത്തേത് ഒരു ഓയിലാണ്. അത് നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചിട്ടുള്ള ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ആൽമണ്ട് ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് ആർഗൻ ഓയിലാണ്. ആർഗൻ ഓയിൽ ഒരു കുഞ്ഞു സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുരു വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, പിമ്പിൾസ് വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർക്കുന്നത് ഷംനുസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ജെല്ലാണ്. സാഫ്രോൺ ജെല്ലുണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ നോർമൽ ആലുവേര ജെല്ലാണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് 1-2 ടീസ്പൂൺ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് ബീറ്റ് ചെയ്ത് കൊണ്ടുവരും. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല ക്രീം പരുവത്തിൽ, നമ്മുടെ മോയ്സ്ചറൈസ് ക്രീം പോലെ തന്നെ നല്ല ക്രീം പരുവത്തിൽ നമുക്ക് ക്രീം ടൈപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള രീതിക്കല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ക്രീം കിട്ടുന്നത് കേട്ടോ. നമുക്കിത് രാത്രി നൈറ്റ് ക്രീം ആയിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും നമുക്ക്
കിട്ടുക. ഈ ഒരു കരിമങ്കലിന് പിഗ്മെൻറ്റേഷൻ മാറുകയല്ല, നമ്മുടെ സ്കിൻ ടോൺ തന്നെ നമുക്ക് നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ ദിവസം ഇത് രാത്രി ഉപയോഗിക്കാനായിട്ട് നോക്കുക. പകലും അപ്ലൈ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡെയിലി നിങ്ങൾ രാത്രി ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 7 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനിലൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അപ്പോൾ നമ്മളിത് നിർത്താതെ ഒരു 15 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, പുറത്ത് വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ ഒരു 7 to 10 days വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇനി അതെല്ലാം നിങ്ങൾക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർച്ച് എടുക്കുന്ന സമയത്ത് അത് ഡ്രൈ ആക്കുക. ആ ഒരു പൗഡർ ഇച്ചിരി അങ്ങ് ഉണക്കിയെടുത്തതിന് ശേഷം നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അല്ലാതെ ഞാൻ ഈ കാണിച്ച മെത്തേഡിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആ റിസൾട്ട് പറയാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു റെമഡിയിലേക്ക് കടക്കാം. സെയിം ഈ ഒരു മധുരക്കിഴങ്ങ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ബാക്കിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മതി, നമുക്ക് ഇത്രയും തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് പകുതി പീസ് ഞാൻ ഇതിന് എടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടങ്ങ് മാഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. മാഷ് ചെയ്തതിന് ശേഷം ഇത് മിക്സ് ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തൈര് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. 1-2 സ്പൂൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ക്രീം പരുവത്തിലാക്കി മിക്സാക്കി കൊണ്ടുവരാം. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നോർമൽ മഞ്ഞളാണെങ്കിലും കസ്തൂരി മഞ്ഞളാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ക്രീം പരുവായിട്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നല്ല മാഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ഒരു പൊട്ടാറ്റോ പുഴുങ്ങി എടുത്തണം. അപ്പോൾ നന്നായിട്ട് അതങ്ങ് ഉടഞ്ഞ് വന്നാലേ നമുക്കതൊരു ക്രീം പരുവായിട്ട് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കത് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിക്സി ബൗളിനകത്തിട്ട് ഒന്ന് എന്താ പറയുക തിരിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്രീം പരുവായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. 2 റെമഡി നമ്മളോട് ചെയ്ത് കാണിച്ചു. ഇനി നിങ്ങൾക്ക് 2 ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഹെവി ആയിട്ട് കരിമങ്കലിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 കാര്യം ഫോളോ ചെയ്ത് വരാം കേട്ടോ. ഒരെണ്ണം നമുക്ക് സ്റ്റാർച്ച് മെത്തേഡാണ്. നിങ്ങൾ കുറച്ച് സ്റ്റാർച്ച് പൗഡർ ഉണ്ടാക്കി വെച്ചാൽ മതി. അതെങ്ങനെയാണോ ഉണ്ടാക്കിയിട്ട് അത് ഉണക്കേണ്ട രീതിയൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ഡ്രൈഡ് ആക്കിയിട്ട് ആ പൗഡർ എടുത്ത് വെച്ചതിന് ശേഷം ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ കിഴങ്ങ് ആവിയിൽ, അതായത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളത് കഴുകി കളയണം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം പഴക്കമുള്ള കരിമങ്കല്ലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്തുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ 2 ദിവസം മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ആഴ്ചയിൽ 2-3 തവണ മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് നമുക്ക് ദിവസവും രാത്രി അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് ഫോളോ ചെയ്ത് വരിക. മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.